വാർത്തകളിലേക്ക്. മൂന്നാറിൽ നിയമപരമായ കയ്യേറ്റം ഒഴിപ്പിക്കൽ തുടരുമെന്ന് കാനം രാജേന്ദ്രൻ. റവന്യൂ ഉദ്യോഗസ്ഥരെ മുഖ്യമന്ത്രി ശാസിച്ചുവെന്ന വാർത്ത തെറ്റെന്നും കയ്യേറ്റം ഒഴിപ്പിക്കാൻ JCB വേണ്ട നിശ്ചയദാർഢ്യം മതിയെന്നും കാനം പറഞ്ഞു. ഒഴിപ്പിക്കാൻ ഇപ്പോൾ എന്തിനാ JCB? അതിൻ്റെ ആവശ്യമില്ല. നല്ല നിശ്ചയദാർഢ്യം മതി. JCB എല്ലാവരും ഒഴിപ്പിക്കാം. ഏതാ അപ്രധാനമായത്? റവന്യൂ മന്ത്രി നേരത്തെ ഉദ്യോഗസ്ഥന്മാരോട് ഈ കയ്യേറ്റം ഒഴിപ്പിക്കലുമായി ശക്തമായി മുന്നോട്ട് പോകാനാണ് പറഞ്ഞത്. അതേ ഉദ്യോഗസ്ഥന്മാരെ തന്നെ ഇന്നലെ മുഖ്യമന്ത്രി ശാസിക്കുന്ന സ്ഥിതിയാണ് ഇന്നലത്തെ യോഗത്തിലുണ്ടായിരിക്കുന്നത്. നിങ്ങൾ കേട്ടോ? ഞാൻ കേട്ടില്ല. അല്ല, അങ്ങനെയാണ് നമുക്ക് കിട്ടുന്ന വിവരം. നിങ്ങൾക്ക് കിട്ടുന്ന വിവരം എല്ലാം ശരിയായിരിക്കണമെന്നില്ല. കേൾക്കാൻ പറ്റില്ല. നമ്മളിപ്പോൾ അറിയുന്ന നിങ്ങൾ അറിയുന്ന വിവരം നിങ്ങൾ തെറ്റായി പ്രചരിപ്പിക്കുന്നതാണ്. അങ്ങനെ ഒരു പ്രശ്നവും ഉദ്യോഗസ്ഥന്മാരുമായിട്ടൊന്നുമില്ല. മൂന്നാറിൽ ഒരു കാരണവശാലും കയ്യേറ്റം അനുവദിക്കില്ലെന്ന് മന്ത്രി E. ചന്ദ്രശേഖരൻ. ഇക്കാര്യത്തിൽ സർക്കാർ ഉചിതമായ തീരുമാനമെടുത്ത് മുന്നേറുകയാണെന്നും മന്ത്രി പറഞ്ഞു. കയ്യേറ്റം യാതൊരു കാരണവശാലും അനുവദിക്കില്ല. കയ്യേറ്റം ഒഴിപ്പിക്കുമെന്ന് തന്നെയാണ് ഗവൺമെന്റ് തീരുമാനം. ഇന്നലെ മുഖ്യമന്ത്രി ഉൾപ്പെടെ റവന്യൂ മന്ത്രി ഉൾപ്പെടെ എല്ലാവരും പങ്കെടുത്ത് നടത്തിയ യോഗത്തിന്റെ തീരുമാനവും ഒരു കാരണവശാലും കയ്യേറ്റം അനുവദിക്കില്ല. കയ്യേറ്റം ഒഴിപ്പിക്കുക തന്നെ ചെയ്യും. അവിടെ ഗവൺമെന്റ് ആവശ്യമായ തീരുമാനമെടുത്ത് മുന്നോട്ട് പോവുകയാണ്. കയ്യേറ്റക്കാരനെ ഒഴിപ്പിച്ചിരിക്കുകയാണ്. ഈ കേരളത്തിലെ ഏറ്റവും വലിയ കയ്യേറ്റക്കാരിൽ ഒരാളാണ് അവിടെ കയ്യേറി കുരിശു വെച്ചത്. അവരെ ഒഴിപ്പിച്ചിരിക്കുകയാണ്. പുതുതായി ഇന്നലെ വരികയോ ഇന്ന് പോവുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ വിശദാംശങ്ങൾ മനസ്സിലാക്കിയിട്ട് പറയാം. ഇടുക്കിയിൽ കയ്യേറ്റം ഒഴിപ്പിച്ച പാപ്പാത്തിച്ചോലയ്ക്ക് പോലീസ് സംരക്ഷണം. ASIയുടെ നേതൃത്വത്തിൽ 10 അംഗ പോലീസ് സംഘത്തെ നിയോഗിച്ചതായി ഇടുക്കി പോലീസ് സൂപ്രണ്ട് പറഞ്ഞു. പാപ്പാത്തിച്ചോലയിൽ ഇന്നലെ സ്ഥാപിച്ച മരക്കുരിശ് കാണാതായി. കുരിശ് സ്ഥാപിച്ച 2 സ്പിരിറ്റ് ഇൻ ജീസസ് പ്രവർത്തകർ കസ്റ്റഡിയിലായി. MK മുനീറിനെ പ്രതിപക്ഷ ഉപനേതാവാക്കും. ലീഗിന്റെ നിയമസഭാകക്ഷി നേതാവായി മുനീറിനെ തെരഞ്ഞെടുത്തു. VK ഇബ്രാഹിം കുഞ്ഞിനെ നിയമസഭാകക്ഷി ഉപനേതാവായും M ഉമ്മറിനെ വിപ്പായും തെരഞ്ഞെടുത്തു. മലപ്പുറത്ത് ചേർന്ന ലീഗ് യോഗത്തിലാണ് തീരുമാനം. ഹൈദരലി ശിഹാബ് തങ്ങൾ ഓരോ MLA-മാരെയും വിളിച്ച് പ്രത്യേകം ചർച്ച നടത്തിയതിനു ശേഷമാണ് MK മുനീറിനെ ഉപനേതാവായി തെരഞ്ഞെടുത്തത്. സ്വാലി വിവരങ്ങളുമായി ചേരുന്നുണ്ട്. സ്വാലി, പറയൂ. ഗുരുരാജ, രാവിലെ 9 മണിയോടെയാണ് പാണക്കാട് തങ്ങളുടെ അധ്യക്ഷതയിൽ നേതൃയോഗം തുടങ്ങിയത്. PK കുഞ്ഞാലിക്കുട്ടി, ET മുഹമ്മദ് ബഷീർ, PV അബ്ദുൽ വഹാബ് MP, KTA മജീദ്, MK മുനീർ തുടങ്ങി മുതിർന്ന നേതാക്കളെല്ലാം യോഗത്തിൽ പങ്കെടുത്തിരുന്നു. അതോടൊപ്പം മുസ്ലിം ലീഗിന്റെ മുഴുവൻ MLA-മാരും യോഗത്തിൽ പങ്കെടുത്തു. യോഗത്തിനിടയിൽ പാണക്കാട് തങ്ങളും PK കുഞ്ഞാലിക്കുട്ടിയും MLA-മാരെ ഒറ്റയ്ക്ക് വിളിപ്പിച്ച് അവരുടെ അഭിപ്രായങ്ങൾ കേട്ടു. തുടർന്നാണ് MK മുനീറിനെ നിയമസഭാ കമ്മിറ്റിയുടെ ലീഡറായി പ്രഖ്യാപിച്ചത്. പ്രതിപക്ഷ ഉപനേതാവായും അദ്ദേഹം തന്നെ ചുമതല ഏറ്റെടുക്കും. മുൻ മന്ത്രി VK ഇബ്രാഹിം കുഞ്ഞിനെ ഡെപ്യൂട്ടി ലീഡറും PA അഹമ്മദ് കബീർ സെക്രട്ടറിയും M ഉമ്മർ വിപ്പും KM ഷാജി ട്രഷററുമായി യോഗം തെരഞ്ഞെടുത്തിട്ടുണ്ട്. ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വിലയിരുത്താൻ വരുന്ന 13-ന് സംസ്ഥാന വർക്കിംഗ് കമ്മിറ്റി യോഗം ചേരാനും ഈ യോഗത്തിൽ തീരുമാനമായിട്ടുണ്ട്. സുരരാജ്, ശരി. KT സ്വാലിഹാണ് വിവരങ്ങൾ പങ്കുവച്ചത്. സീതാറാം യെച്ചൂരിയുടെ രാജ്യസഭാംഗത്വത്തിന് കോൺഗ്രസ് പിന്തുണ തേടിയെന്ന വാർത്തകൾ തെറ്റെന്ന് S. രാമചന്ദ്രൻ പിള്ള. പാർട്ടി ജനറൽ സെക്രട്ടറിക്ക് രാജ്യസഭയിലേക്ക് പോകാൻ കോൺഗ്രസ് പിന്തുണ തേടേണ്ട ആവശ്യമില്ലെന്നും SRP പറഞ്ഞു. സന്തോഷ് സർലിംഗ് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. സന്തോഷ്, പറയൂ. സുരാജ, ഓഗസ്റ്റോടെ രാജ്യസഭാ MP കാലാവധി പൂർത്തിയാക്കുന്ന സീതാറാം യെച്ചൂരി വീണ്ടും മത്സരിക്കുമെന്നായിരുന്നു ചില മാധ്യമങ്ങൾ വാർത്ത നൽകിയത്. ബംഗാളിൽ നിന്നും ഒഴിവരുന്ന 6 രാജ്യസഭാ സീറ്റുകളിൽ 5 എണ്ണത്തിൽ തൃണമൂൽ കോൺഗ്രസിന് വിജയിക്കാനാകും. ഒരു സീറ്റിൽ കോൺഗ്രസ് CPM-നെ പിന്തുണയ്ക്കുമെന്ന് അറിയിച്ചെന്നും ആ സീറ്റിൽ ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി വീണ്ടും രാജ്യസഭയിൽ എത്തുമെന്നായിരുന്നു മാധ്യമങ്ങളുടെ വാർത്തകൾ. എന്നാൽ ഈ വാർത്തകൾ പൂർണ്ണമായും നിഷേധിച്ച് നിലപാട് വ്യക്തമാക്കിയാണ് ഇപ്പോൾ CPIM രംഗത്തെത്തിയിരിക്കുന്നത്. വാർത്ത അടിസ്ഥാനരഹിതമാണ്. CPIM ജനറൽ സെക്രട്ടറിക്ക് കോൺഗ്രസ് പിന്തുണ സ്വീകരിക്കേണ്ട സാഹചര്യമില്ലെന്നും പാർട്ടി ദില്ലിയിൽ അറിയിച്ചു. എന്തായാലും ബംഗാളിൽ കോൺഗ്രസ് CPM ബന്ധമുണ്ടാകുമെന്ന് നേരത്തെ ചില നൽകിയ വാർത്തകളും 2 ദിവസം ചേർന്ന CPIM കേന്ദ്ര കമ്മിറ്റി യോഗം തന്നെ തള്ളിയിരുന്നു. അതിന് പിന്നാലെയാണ് പുതിയ വാർത്തകളുമായി മാധ്യമങ്ങൾ രംഗത്തെത്തിയിരിക്കുന്നത്. ശരി, സന്തോഷ് ആണ് വിവരങ്ങൾ പങ്കുവച്ചത്. രാഷ്ട്രപതി സ്ഥാനത്തേക്ക് പൊതുസമ്മതനെ നിർത്താനുള്ള പ്രതിപക്ഷ പാർട്ടികളുടെ ചർച്ചകൾ ദില്ലിയിൽ സജീവമാകുന്നു. CPIM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി, കോൺഗ്രസ് അധ്യക്ഷ സോണിയാഗാന്ധി, ബീഹാർ മുഖ്യമന്ത്രി നിതീഷ് കുമാർ തുടങ്ങിയവർ പ്രാഥമിക ചർച്ചകൾ നടത്തി. സംയുക്തമായി സ്ഥാനാർത്ഥിയെ നിർത്തുന്ന കാര്യത്തിൽ തീരുമാനം ഉടൻ ഉണ്ടാകുമെന്നാണ് സൂചന. ജൂലൈ 25-ന് രാഷ്ട്രപതിയായുള്ള പ്രണബ് മുഖർജിയുടെ കാലാവധി അവസാനിക്കുന്ന സാഹചര്യത്തിലാണ് പുതിയ പ്രസിഡന്റിനായുള്ള ചർച്ചകൾ സജീവമാകുന്നത്.
BJP നേതൃത്വം നൽകുന്ന NDAക്ക് രാഷ്ട്രപതി തെരഞ്ഞെടുപ്പിൽ മേൽക്കൈയുണ്ടെങ്കിലും ഒറ്റയ്ക്ക് രാഷ്ട്രപതിയെ തെരഞ്ഞെടുക്കാനുള്ള വോട്ടിംഗ് ബലം കുറവ്. ഈ പശ്ചാത്തലത്തിൽ NDA സ്ഥാനാർത്ഥിക്കെതിരെ പ്രതിപക്ഷ പാർട്ടികൾ സംയുക്തമായി നീങ്ങണമെന്ന ആവശ്യം ശക്തമാണ്. ഇരു മുന്നണികളിലുമില്ലാത്ത CPIM അടക്കമുള്ള ഇടതുപാർട്ടികൾ, BSP, സമാജ്വാദി, തൃണമൂൽ കോൺഗ്രസ്, AIADMK തുടങ്ങിയവരുടെ പിന്തുണ നിർണായകം. സംയുക്ത സ്ഥാനാർത്ഥിയെ നിർത്തുന്നതിനെക്കുറിച്ചുള്ള ചർച്ചകൾക്ക് കോൺഗ്രസ് അധ്യക്ഷ സോണിയാഗാന്ധി തുടക്കമിട്ട് കഴിഞ്ഞു. CPIM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരിയുമായി സോണിയാഗാന്ധി സംസാരിച്ചു. പൊതുസമ്മതനെ നിർത്തിയാൽ പിന്തുണയ്ക്കാം എന്ന നിലപാടിലാണ് CPIM. JDU നേതാവും ബീഹാർ മുഖ്യമന്ത്രിയുമായ നിതീഷ് കുമാറും സോണിയാഗാന്ധിയെ കണ്ടു. രാജ്യസഭാ അംഗം ശരത് യാദവിനെ രാഷ്ട്രപതി സ്ഥാനാർത്ഥിയാക്കുക എന്ന ആലോചനയാണ് നിതീഷ് കുമാറിനുള്ളത്. വിവിധ പ്രതിപക്ഷ പാർട്ടികളും പലരെയും ഉയർത്തിക്കാട്ടുന്നു. ഇക്കാര്യത്തിൽ ഏക അഭിപ്രായത്തിലെത്തണം. ഉടൻ തീരുമാനമുണ്ടാകുമെന്നാണ് സൂചന. RSS നേതാവ് മോഹൻ ഭഗവത് അടക്കമുള്ളവരുടെ പേരുകൾ വിവിധ സംഘപരിവാർ സംഘടനകൾ രാഷ്ട്രപതി സ്ഥാനത്തേക്ക് ഉയർത്തിക്കാട്ടുന്നുണ്ട്. പക്ഷേ പ്രതിപക്ഷ പാർട്ടികൾ സംയുക്തമായി ഒരു പൊതുസമ്മതനെ നിർത്തിയാൽ NDAയുടെ രാഷ്ട്രപതി നീക്കങ്ങൾക്ക് അത് തടസ്സമാകും. ദില്ലിയിൽ നിന്നും സന്തോഷ് സർലിംഗ്. മുഖ്യമന്ത്രി പിണറായി വിജയൻ പങ്കെടുക്കുന്ന പോലീസ് ഉന്നതോദ്യോഗസ്ഥരുടെ യോഗങ്ങൾക്ക് ഇന്ന് തുടക്കമാവും. തിരുവനന്തപുരം മേഖലാ യോഗമാണ് ഇന്ന് നടക്കുക. ടെക്നോ പാർക്കിലെ പാർക്ക് സെന്ററിൽ വൈകിട്ട് 3-നാണ് യോഗം. പോലീസിന്റെ പ്രവർത്തനം കൂടുതൽ കാര്യക്ഷമമാക്കുന്നതിന്റെ ഭാഗമായി നടക്കുന്ന യോഗത്തിൽ SIമാർ മുതലുള്ള ഉദ്യോഗസ്ഥർ പങ്കെടുക്കും. പോലീസിനെതിരെയുള്ള വിമർശനങ്ങളും ചർച്ചയാവുന്ന യോഗത്തിൽ സർക്കാരിന്റെ പോലീസ് നയം മുഖ്യമന്ത്രി വിശദീകരിക്കും. മുഖ്യമന്ത്രി നേരിട്ട് പങ്കെടുക്കുന്ന താഴെത്തട്ടിലെ പോലീസ് ഉദ്യോഗസ്ഥരുടെ യോഗം സംസ്ഥാനത്ത് ആദ്യമായാണ് നടക്കുന്നത്. വരും ദിവസങ്ങളിൽ മറ്റ് മേഖലകളിലും യോഗം നടക്കും. സംസ്ഥാന പോലീസ് മേധാവി അടക്കമുള്ള ഉന്നത ഉദ്യോഗസ്ഥർ എല്ലാ യോഗങ്ങളിലും പങ്കെടുക്കും. ബാഹുബലി 2ാം ഭാഗത്തിന്റെ കർണാടകത്തിലെ റിലീസിംഗ് അനിശ്ചിതത്വത്തിൽ. കാവേരി പ്രശ്നവുമായി ബന്ധപ്പെട്ട് നടൻ സത്യരാജിന്റെ മാപ്പപേക്ഷ അംഗീകരിക്കില്ലെന്ന് കന്നഡ സംഘടനകൾ. ബാഹുബലി ഉൾപ്പെടെ എല്ലാ തമിഴ് ചിത്രങ്ങളും ബഹിഷ്കരിക്കുമെന്ന് കർണാടക സംഘടനകൾ പറഞ്ഞു. ബാഹുബലി റിലീസിംഗ് ദിവസത്തിൽ തിയേറ്ററുകൾ അടച്ച് പ്രതിഷേധിക്കുമെന്നും കർണാടക സംഘടനകൾ പറയുന്നു. 9 വർഷം മുമ്പ് സത്യരാജ് നടത്തിയ ഒരു പ്രസ്താവനയാണ് ബാഹുബലിയെയും ഒപ്പം തമിഴ് സിനിമയാകെ പുലിവാല് പിടിപ്പിച്ചിരിക്കുന്നത്. താൻ നടത്തിയ പ്രസ്താവനയ്ക്ക് മാപ്പപേക്ഷയുമായി സത്യരാജ് രംഗത്തെത്തിയെങ്കിലും മാപ്പപേക്ഷ അംഗീകരിക്കാനാകില്ലെന്നാണ് കന്നഡ സംഘടനകളുടെ നിലപാട്. ബാഹുബലി മാത്രമല്ല, എല്ലാ തമിഴ് ചിത്രങ്ങളും ബഹിഷ്കരിക്കാനാണ് കർണാടക സംഘടനകളുടെ തീരുമാനം. കർണാടക ജനതയുടെ വികാരം വ്രണപ്പെടുത്തുന്ന പരാമർശമാണ് സത്യരാജ് നടത്തിയതെന്നും അതിനാൽ തന്നെ ബാഹുബലി റിലീസിംഗ് ദിവസത്തിൽ തിയേറ്ററുകൾ അടച്ചു പ്രതിഷേധിക്കുമെന്നും സംഘടനകൾ വ്യക്തമാക്കി. കർണാടകത്തിലെ ജനങ്ങളോട് മാപ്പ് പറഞ്ഞില്ലെങ്കിൽ ബാഹുബലി 2ാം ഭാഗം സംസ്ഥാനത്ത് റിലീസ് ചെയ്യാൻ അനുവദിക്കില്ലെന്ന ഭീഷണിയുമായി ഒരു വിഭാഗം നേരത്തെ രംഗത്തെത്തിയിരുന്നു. ചിത്രം റിലീസ് ചെയ്യുന്ന ഏപ്രിൽ 28-ന് വിവിധ കന്നഡ സംഘടനകളുടെ നേതൃത്വത്തിൽ ബന്ദിനും ആഹ്വാനം ചെയ്തിരുന്നു. തുടർന്നാണ് താരം നേരിട്ട് രംഗത്തെത്തിയത്. ഒരാൾ നടത്തിയ അഭിപ്രായ പ്രകടനത്തിന്റെ പേരിൽ സിനിമയെ ആകെ ആക്രമിക്കുന്നത് അന്യായമാണെന്ന് ബാഹുബലിയുടെ സംവിധായകൻ രാജമൌലിയും അഭിപ്രായപ്പെട്ടിരുന്നു. എന്നാൽ ഇപ്പോൾ സത്യരാജിന്റെ മാപ്പപേക്ഷ തള്ളിയതോടുകൂടി ബാഹുബലി മാത്രമല്ല തമിഴ് സിനിമാ ലോകമാകെ പ്രതിസന്ധിയിലേക്ക് നീങ്ങുകയാണ്. വരൾച്ചയിൽ ഇല്ലാതാവുകയാണ് ഒരു പ്രദേശത്തിന്റെ മുഴുവൻ ജലസ്രോതസ്സായ പുഴ. കോഴിക്കോട് ബാലുശ്ശേരിയിലെ കോട്ടനട പുഴയാണ് വരൾച്ചയിൽ വറ്റിവരളുന്നത്. ഒരു നാടിന്റെ മുഴുവൻ ജലസംഭരണിയായ മഞ്ഞപ്പുഴയുടെ ഭാഗമായി ഒഴുകുന്ന കോട്ടനട പുഴയാണ് വറ്റിവരണ്ടുകൊണ്ടിരിക്കുന്നത്. കൊടും വരൾച്ച ഈ പുഴയെ അപ്പാടെ കാർന്നു തിന്നുകൊണ്ടിരിക്കുകയാണ്. കോഴിക്കോട് ബാലുശ്ശേരിയിലെ ഏറ്റവും മനോഹരമായ കാഴ്ചകളിൽ ഒന്നായ കോട്ടനടപ്പുഴ ഇന്നിവിടം പുഴയായി കാണാൻ സാധിക്കുകയില്ല. പുഴയ്ക്ക് പകരം ചെറിയ ഒഴുക്കുകൾ മാത്രം. വരൾച്ചാക്കാലത്ത് ബാലുശ്ശേരി നഗരത്തിലും മറ്റു പ്രദേശങ്ങളിലും വെള്ളം എത്തിക്കുന്ന ഈ പുഴ മരണത്തിന്റെ വക്കിൽ കൂടിയാണ്. ഈ പുഴയിൽ വെള്ളമുള്ളപ്പോൾ സമീപ പ്രദേശങ്ങളിലെ കിണറുകളിലൊക്കെ ധാരാളം വെള്ളം ഉണ്ടാകുമായിരുന്നു. എന്നാൽ ഇപ്പോൾ ഇങ്ങനെ വെള്ളം വറ്റുന്നതിൻ്റെ ഭാഗമായിട്ട് സമീപ പ്രദേശങ്ങളിലെ കിണറുകളിലൊക്കെ വെള്ളം വറ്റുന്ന ഒരു സ്ഥിതിയാണുള്ളത്. ഈ പുഴയിലെ വെള്ളം ആശ്രയിച്ചാണ് തൊട്ടടുത്ത വയലിൽ കൃഷി നടത്തി വന്നിരുന്നത്. വെള്ളം വറ്റിയതോടെ കൃഷി പോലും ഇറക്കാൻ കഴിയാതെ ദുരിതത്തിൽ ആയിരിക്കുകയാണ് ഇവിടുത്തുകാർ. പുഴയെ സംരക്ഷിക്കാനുള്ള ശാശ്വത പരിഹാരത്തിനായി സർക്കാരിന് 8.25 കോടിയുടെ ഒരു പദ്ധതി പഞ്ചായത്ത് സമർപ്പിച്ചിട്ടുണ്ട്. ഈ പദ്ധതി നിലവിൽ വന്നാൽ പ്രദേശത്തിന് വലിയ ആശ്വാസമാണ് അതുണ്ടാക്കുക. പുഴയെ സംരക്ഷിക്കാനായി ഉടൻ തന്നെ ഒരു തടയണ നിർമ്മിക്കണമെന്ന ആവശ്യവും നാട്ടുകാർ ഉയർത്തുന്നുണ്ട്. ഇവിടെ ഒരു പുഴ ഉണ്ടായിരുന്നു എന്നു തന്നെ വേണം പറയാൻ.
ഒരു നാടിന്റെ മുഴുവൻ ജലസ്രോതസ്സായ പുഴയാണ് വറ്റിവരണ്ടുകൊണ്ടിരിക്കുന്നത്. വരൾച്ചയുടെ ഏറ്റവും ഭീകരമായ മുഖമാണ് ഇവിടെ കാണാൻ സാധിക്കുക. ക്യാമറാമാൻ ജിബേഷിനൊപ്പം മേഘമാധവൻ, കോഴിക്കോട്. വേനൽ മഴയിലെ വെള്ളം പാടത്ത് കെട്ടിനിൽക്കുന്നതിനാൽ ഇറക്കിയ കൃഷി കൊയ്യാൻ സാധിക്കാതെ ബുദ്ധിമുട്ടിലായിരിക്കുകയാണ് പന്തളം ചുറ്റിലപ്പാടത്ത് കർഷകർ. സമയത്ത് കൊയ്യാൻ സാധിക്കാത്തതിനാൽ കടം വാങ്ങിയ തുക എങ്ങനെ തിരിച്ചടയ്ക്കും എന്ന ധർമ്മസങ്കടത്തിലാണ് ഇവിടുത്തെ കർഷകർ. സ്വർണവും വീടും സ്ഥലവുമെല്ലാം പണയപ്പെടുത്തിയും കൊള്ളപ്പലിശയ്ക്ക് പണം കടമെടുത്തുമാണ് ചിറ്റിലപ്പാടത്തെ കർഷകർ കൃഷി ഇറക്കിയത്. എന്നാൽ വേനൽ മഴയിലെ വെള്ളം പാടത്ത് കെട്ടിനിൽക്കുന്നതിനാൽ ഇറക്കിയ കൃഷി കൊയ്യാൻ മാത്രം കർഷകർക്ക് സാധിക്കുന്നില്ല. സമയത്ത് കൊയ്യാൻ സാധിക്കാത്തതിനാൽ കടം വാങ്ങിയ തുക എങ്ങനെ തിരിച്ചടയ്ക്കും എന്ന ധർമ്മസങ്കടത്തിലാണ് ഇവിടുത്തെ കർഷകർ. കൃഷിഭവനിൽ നിന്നും മുനിസിപ്പാലിറ്റിയിൽ നിന്നും എല്ലാം ആൾ വന്ന് കാണുകയും പോവുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇതിനൊരു പരിഹാരം എന്താണെന്നുള്ളതൊന്നും അറിയാൻ വയ്യ. കച്ചിയും ഓലയുമൊക്കെ ഇട്ട് പാടത്ത് കൊയ്ത്തേന്ത്രം ഇറക്കാൻ ശ്രമിച്ചെങ്കിലും പരാജയപ്പെട്ടു. പാടത്തെ വെള്ളം വറ്റുന്നതുവരെ കാത്തിരുന്നാൽ കതിരുകളൊടിഞ്ഞ് നാശനഷ്ടം കൂടും. 200 ഏക്കറോളം വരുന്ന പാടശേഖരത്ത് ട്രാക്ടർ ഇറക്കാൻ 500 മീറ്റർ മാത്രമാണ് വഴിയുള്ളത്. കൃഷിവകുപ്പിന്റെ കണക്കനുസരിച്ച് 100 മേനി വിളവാണ് ചിറ്റിലപ്പാടത്തുള്ളത്. പക്ഷേ കർഷകർക്ക് അത് പ്രയോജനപ്പെടണമെങ്കിൽ കൃത്യസമയത്ത് കൊയ്ത്ത് നടക്കണമെന്ന് മാത്രം. ന്യൂസ് ബ്യൂറോ, പത്തനംതിട്ട. സർക്കാരിന്റെ പ്രതിച്ഛായയ്ക്ക് കളങ്കം സൃഷ്ടിക്കുന്ന നിലപാടാണ് മൂന്നാറിൽ ചില ഉദ്യോഗസ്ഥർ സ്വീകരിക്കുന്നതെന്ന് CPIM കേന്ദ്ര കമ്മിറ്റി അംഗം A. വിജയരാഘവൻ. ഈ വിഷയം കൈകാര്യം ചെയ്യുന്നതിൽ മാധ്യമങ്ങൾ ആശയക്കുഴപ്പമുണ്ടാക്കുന്നുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. CPIM നേതാവും മുൻ മന്ത്രിയുമായ TK രാമകൃഷ്ണൻ അനുസ്മരണ സമ്മേളനം കൊച്ചിയിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ചടങ്ങിൽ P. രാജീവ്, MC സുരേന്ദ്രൻ, CN സുന്ദരൻ തുടങ്ങിയവർ പങ്കെടുത്തു. കണ്ണൂർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ വിദഗ്ധ സംഘം സുരക്ഷാ പരിശോധന നടത്തി. സെപ്റ്റംബറിൽ വിമാനത്താവളം പ്രവർത്തന സജ്ജമാവാനിരിക്കെയാണ് പരിശോധന. സെപ്റ്റംബറിൽ സർവീസ് ആരംഭിക്കാനിരിക്കെ കണ്ണൂർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ സുരക്ഷാ പരിശോധന ആരംഭിച്ചു. ബ്യൂറോ ഓഫ് സിവിൽ ഏവിയേഷൻ, കസ്റ്റംസ്, ഇന്റലിജൻസ് ബ്യൂറോ എന്നിവയിലെ ഉന്നത ഉദ്യോഗസ്ഥ സംഘമാണ് പരിശോധന നടത്തിയത്. ഏപ്രൺ മേഖലകളും ടെർമിനൽ, റൺവേ, കെട്ടിടങ്ങളും നിർമ്മാണ പ്രവർത്തനങ്ങളും സംഘം വിലയിരുത്തി. കിയാൽ MD തുളസീദാസുമായി സംഘം ചർച്ച നടത്തി. 4000 മീറ്ററിലേക്കുള്ള റൺവേയും കൂടെ ആയി കഴിയുമ്പോൾ ഈ എയർപോർട്ട് ഇന്ത്യയിലെ വലിയ എയർപോർട്ടുകളിൽ 3-4 എയർപോർട്ടുകൾ ഒന്നായിട്ട് മാറും. ഇതെല്ലാം തീർത്തെടുത്ത് സെപ്റ്റംബറിൽ എയർപോർട്ട് കമ്മീഷൻ ചെയ്ത് തുടങ്ങണം, ഫ്ലൈറ്റ്സ് തുടങ്ങണം എന്നുള്ളതാണ് ഞങ്ങളുടെ ഇപ്പോഴത്തെ പ്ലാൻ. BCAS റീജിയണൽ ഡെപ്യൂട്ടി ഡയറക്ടർ സഞ്ജയ് ശർമ്മ, ഇന്റലിജൻസ് ബ്യൂറോ റീജിയണൽ ഇൻസ്പെക്ടർ N. രാജ്, കസ്റ്റംസ് അസിസ്റ്റന്റ് കമ്മീഷണർ MK വിജയകുമാർ, CISF സീനിയർ കമാൻഡന്റ് M. ശശികാന്ത് എന്നിവർ ഉൾപ്പെട്ട സംഘമാണ് സുരക്ഷാ പരിശോധന നടത്തിയത്. PV ജോഷില, ന്യൂസ് ബ്യൂറോ, കണ്ണൂർ.